വളരെ കോമൺ ആയിട്ടുള്ള, അതായത് ഇപ്പം പ്രായവരൊന്നും എടുക്കണ്ട, ചെറിയ ഇപ്പം പഠിക്കുന്ന 10, 12 പഠിക്കുന്ന കുട്ടികൾ മുതല് നടുവേദന, അത് ഇപ്പൊ ചിലപ്പോ ഇരിക്കുന്നതിന്റെ ആവാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാർ അതിന്റെ reasons? നടുവേദനയിൽ നമ്മൾ മനസ്സിലാക്കണ്ട. അപ്പൊ ബാക്കി എല്ലാ ചോയ്സും നിങ്ങൾ ചോദിച്ചു, മുട്ട്, ഇടുപ്പ്, ഇതൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ എല്ലാം 1 or 2 ബോൺസേ ഉള്ളൂ. അതെ, ഇപ്പൊ മുട്ടിന്റെ ജോയിന്റ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തൊടയില് താഴത്തെ ചിരട്ട 3 എല്ല്. 3 എല്ല്. ഇപ്പൊ ഉപ്പൂറ്റിയിലായപ്പോ ഒരു ഉണ്ട് കാര്യം ഞാൻ പറഞ്ഞു. നടുവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് 1 ബോൺ. ഇങ്ങനെ ഒരു ഇഷ്ടിക, ഇതേപോലെ ഇഷ്ടിക ഞാൻ അടുക്കി വെച്ചതുപോലെ there are many bones. അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അതിന്റെ ഇടയിൽ ഒരു കുഷനിങ് പോലെയാണ് ഡിസ്ക് വെക്കുന്നത്. അതിന് സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മുടെ ബാക്ക് മസിൽസും അബ്ഡോമൻ മസിൽസും. നമ്മള് ഈ 6 പാക്ക് എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട് മസിൽ, കോർ മസിൽസ് അതിന് പറയും. ഇതിന്റെ സപ്പോർട്ട് അതായത് ബാക്കിയുള്ളത് വെച്ചിട്ട് കുറച്ചുകൂടി അതിന്റെ മെക്കാനിസംസ് കുറച്ചുകൂടി വേണമെങ്കിൽ കോംപ്ലക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും എല്ലുകളുണ്ട് അതിന്റെ ഇടയിൽ, ഓരോ എല്ലിന്റെ ഇടയിൽ ഡിസ്കുകളുണ്ട്. ഡിസ്കിന് സപ്പോർട്ട് കൊടുക്കാൻ ബാക്കില് മസിൽസ് ഉണ്ട്, ഫ്രണ്ടില് മസിൽസ് ഉണ്ട്. ഇതിന്റെ എല്ലാം ഉപരി നമ്മുടെ തലച്ചോർന്ന് വരുന്ന കയ്യിലേക്കും കാലിലേക്കും പോകുന്ന ഞരമ്പുകൾ ഇതിന്റെ കൂടിയാണ് പോകുന്നത്. അപ്പം ഇത് ഇപ്പൊ നടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ടാവും. ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ, നമ്മുടെ ഇപ്പം ഫീമെയിൽസിൽ ഈ ഇങ്ങനത്തെ ബാക്ക് പെയിൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത്, ഈ ഉള്ളിൽ നമ്മുടെ യൂട്രസ്, യൂറിനറി ബ്ലാഡർ, ഇതൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് നട്ടലിന്റെ സൈഡിലാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും നമുക്ക് ബാക്ക് ഏക്ക് ആയിട്ട് വരാം. അപ്പൊ പല 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 കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ യൂഷ്വലി നടുവില് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഡിസ്ക് ആണ്. ഡിസ്ക് തള്ളിച്ച, അതായത് ഈ ഇതിന്റെ ഇൻസ്റ്റബിലിറ്റി ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ ഡിസ്ക് തള്ളുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഊരവേന അനുഭവപ്പെടാം. കാലിലേക്ക് പോകുന്ന ഞരമ്പിനെ പോയി അത് ഞെങ്ങുമ്പോൾ കാലിലേക്കും വേന അല്ലെങ്കിൽ ബലക്കുറവ് വരാൻ സാധിക്കും. ചിലപ്പം നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വയറ്റിന്ന് പോകുന്നതിന് കൺട്രോളും പോകാം. അങ്ങനെ പലതും വരും. ഇതാണ് യൂഷ്വലി മേ ബി ഒരു 20 to 50 ഏജിലൊക്കെ. 20-50 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ, യൂഷ്വലി വരാറ്. ഇത് കഴിഞ്ഞിട്ട് വരുന്നതിനാണ് ലംബാർ കനാൽ സ്റ്റീനോസ് എന്ന് പറയും. സ്റ്റീനോസ് എന്ന് പറയുമ്പോൾ ഈ ഞരമ്പുകൾ പോകുന്ന വഴി ഇത് ടൈറ്റ് ആവും, തേയ്മാനം വന്നിട്ടും അതിന് ചുറ്റുമുള്ളതൊക്കെ വന്നിട്ട്, അതായത് ഇങ്ങനത്തെ ഒരു പാസേജ് വഴിയാണ് ഈ ഞരമ്പ് പോകുന്നത്. അപ്പൊ ഈ ചുറ്റുപാടും ഇങ്ങനെ ടൈറ്റായി വരുമ്പോ എന്ത് പറ്റും, ഈ ഞരമ്പിനെ ഫുൾ കംപ്രസ് ചെയ്യും. അപ്പോഴും ഈ പറഞ്ഞ പോലെ കാലിലേക്ക് വേദന, ബലക്കുറവ്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരും. ഈ 2 കാര്യങ്ങൾ, അതായത് ഡിസ്കും സ്റ്റീനോസിസും, ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് പ്യുവർലി നമ്മള് നട്ടലിന്റെ കാര്യം പറയുമ്പോൾ വരാറുള്ള കാര്യം. ഇത് ട്രീറ്റ് ചെയ്യാൻ ഇതുപോലെ ഇപ്പൊ നമ്മുടെ എല്ലാ കാര്യത്തിനും ഇനീഷ്യലി ഉള്ളത് ഈ പറഞ്ഞ പോലെ റെസ്റ്റ്, എക്സസൈസ്, മെഡിക്കേഷൻ, ഫിസിയോതെറാപ്പി, ഇത് തന്നെയാണ്. ഫൈനൽ സ്റ്റേജിലേക്ക് പോകുമ്പോഴേ അതിന്റെ ഈ എന്താ പറയാ സർജിക്കൽ. സർ, നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ഈ നടുവേദനയ്ക്കുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ്? നടുവേദനയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നടുവേദനയ്ക്ക് ബാക്ക് മസിൽസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നടുവേദനയുള്ള ഇപ്പൊ കാലിലേക്കുള്ള ഇപ്പൊ ബാക്കി പല കാരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞു. ഈ ഭയങ്കര ഡിസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ അത്ര ബെനിഫിറ്റ് ഇല്ല. ഭയങ്കര ടൈറ്റ് സ്റ്റിനോസ് ആണെങ്കിലും കാര്യമില്ല. യൂഷ്വലി നമ്മുടെ ബാക്ക് മസിൽസ് വീക്ക് ആവുമ്പോഴാണ്. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കൂടുതൽ ആക്ടിവിറ്റീസ് ഓഫീസ് ജോബ്സ് ആണ്, ഇരുന്നിട്ടുള്ള ജോബാണ്. അവർ ഇരിക്കുമ്പോൾ എത്ര നേരം ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ വർക്ക് കഴിയുന്ന വരെ ഇരിക്കും. അപ്പൊ ഏകദേശം എങ്ങനെ നിങ്ങളുടെ ടൈമിംഗ് ഇല്ല, രാവിലെ ഞാൻ ഓഫീസിൽ വരും, വൈകുന്നേരം വരെ ഇരിക്കുക എന്ന് പറയുന്നവരാണ് കൂടുതൽ കാണുന്നത് ഐ.ടികളിൽ. അപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർ ഇരിക്കുമ്പോൾ ഈ ബാക്ക് മസിൽസ് വീക്ക് ആവും. ഇപ്പൊ ഡ്രൈവേഴ്സ് ആണെങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവേഴ്സിലൊക്കെ ബാക്ക് മസിൽസ് ഒക്കെ എത്ര ബലം ഉണ്ടെന്നുള്ളത് പറയാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ട് നട്ടിലേക്ക് സ്ട്രെയിൻ വരുന്നത്. അപ്പൊ ബാക്ക് മസിൽസ് സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് നമ്മൾ യൂഷ്വലി പറയാറുള്ളത്. ഇപ്പം ഞാൻ പറയും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കമന്ന് കിടക്കൂ, എന്നിട്ട് മുട്ട് മടക്കാതെ കാല് ബാക്കോട്ട് പൊക്കും. അത് രാവിലെയും വൈകുന്നേരം ഓരോ കാലിനും ഒരു 10 വീതം ചെയ്താൽ തന്നെ കുറെ പേര് ഹാപ്പി ആയിട്ട് വരുന്നുണ്ട് ബാക്ക് മസിൽ സ്ട്രെങ്തനിങ് ആകുമ്പോൾ തന്നെ. പിന്നെ ഫിസിയോയിലൊക്കെ ബാക്കി കോർ മസിൽ സ്ട്രെങ്തനിങ്ങിന് ഇഷ്ടംപോലെ എക്സസൈസ് ഉണ്ട്. നമ്മളിപ്പം ഗൂഗിളിൽ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഞാൻ പറയും മിനിമം ഈ ഒരു എക്സസൈസ് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒന്ന് ചെയ്യൂ, ഓരോ കാലിലും 10 ചെയ്യൂ, രാത്രി ഉറങ്ങാൻ നേരത്ത് ഇതുകൂടി ഒന്ന് ചെയ്യും. ഓക്കെ സാർ, ഇപ്പൊ ഈ സാർ IT ജോബിന്റെ കാര്യം പറഞ്ഞല്ലോ, അവർക്ക് ചിലപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും, എന്നാലും ഈ ഇരിക്കുന്നത് അവർക്ക് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റില്ല, കാരണം ഇരുന്നിട്ടുള്ള വർക്കാണല്ലോ. അപ്പൊ ഈ ബാക്കിൽ പില്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അതിൽ എപ്പോഴും പറയാറുള്ളത്, ഇപ്പൊ IT ജോബിൽ എപ്പോഴും വരാറുള്ള ഒന്ന് ബാക്ക് ഏക്കും, പിന്നെ ഉള്ള കഴുത്ത്. അതില് മെയിൻ പ്രോബ്ലം ഒന്ന് നമ്മൾ ഇരിക്കുന്ന പോസ്റ്റ്. ഇപ്പൊ IT ഇപ്പൊ കൂടുതൽ പേര് ലാപ്ടോപ്പിൽ ഉപയോഗിക്കും. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, അപ്പൊ അവരെല്ലാരും പറയുന്നത് ലാപ്ടോപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇല്ല, നമുക്ക് വീട്ടിലും കൊണ്ടുപോകാം, അതിൽ വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, സിസ്റ്റം ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ ലാപ്ടോപ്പിൽ എപ്പോഴും അവര് ഇങ്ങനെ ഒരു പൊസിഷനിലാണ് നിൽക്കും. അതായത് കൈ ഇവിടെ വെക്കുന്നുണ്ടോ, എൽബോയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പൊ ഈ ലോഡ് മൊത്തം ഇതിലേക്ക് വരും. സ്ക്രീൻ ചെറുതാവുമ്പോ അവര് മുന്നോട്ട് ഇങ്ങനെ ലീൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക, ഇങ്ങനെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ ചിലപ്പം കൂടുതൽ നേരം വർക്ക് ചെയ്യുമ്പോൾ വർക്കിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ പോസ്റ്റർ മറന്നു, നമ്മൾ ഇങ്ങനെ ഇരുന്നു, അതാണ് ഈ കഴുത്തിലേക്ക് വരുന്നത്. അതേ പോർഷനിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് ലീൻ ചെയ്യുമ്പോൾ ബാക്കിലേക്കും സ്ട്രെയിൻ വരും. എപ്പോഴും നമ്മള് കുറച്ചൊരു ഇതുണ്ടെങ്കിൽ, ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ടേബിളിനുള്ളിലോട്ട് കുറച്ചൊന്ന് കയറിയിരിക്കാൻ പാകത്ത്, എന്നിട്ട് ബാക്കിലോട്ട് ലീൻ ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ IT ജോബ്, ഇപ്പൊ ഫിലിം എഡിറ്റേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, അവരൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അവർ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ നോക്കുന്നുണ്ടാവും. അപ്പൊ കുറച്ചുകൂടി മോണിറ്റർ വെക്കുക. മോണിറ്റർ മോണിറ്ററിന്റെ നമ്മുടെ മോണിറ്ററിന്റെ മിഡോ ആ ലെവലിൽ വരണം. മറ്റേ ലാപ്ടോപ്പ് നമ്മളൊന്ന് താഴോട്ടോ. പിന്നെ ഇതായിട്ടുള്ള, പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ എണീറ്റില്ലേലും ഒന്ന് നടുവൊന്ന് ഷേക്ക് ചെയ്യാന്നുള്ളത് പറയാം. സാർ, ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡറിലേക്ക് വരാം. ഷോൾഡർ ഇപ്പം കൂടുതൽ നമ്മൾ കണ്ടിട്ട് ഈ കൈ ഇങ്ങനെ ചുറ്റിക്കാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് പലരും അറിയുന്നത് ഷോൾഡറിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന്. ശരിക്കും ഷോൾഡറിന് അവിടെ എന്താ, എല്ലിന്റെ ഷോൾഡറിന് ഇപ്പൊ കൈ ചുറ്റിക്കുന്ന ഇതില് എപ്പോഴും ഞാൻ കാണാറുണ്ട്. ഇതിപ്പോ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഉറക്കവും വിശപ്പുമാണ് നമുക്ക് ഏറ്റവും നമ്മളെ ഡിസ്റ്റർബ്, എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഷോൾഡർ പെയിനിൽ എപ്പോഴും വരാറുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഷോൾഡർ പെയിൻ വരുമ്പോൾ ചിലവരൊക്കെ ഇപ്പൊ ഞാൻ കുറെ നാൾക്ക് ശേഷം ക്രിക്കറ്റ് ഒന്നും കളിക്കാറില്ല. കുറെ ആൾക്ക് ശേഷം ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഷോൾഡറിൽ വേദന ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഞാൻ റൈറ്റ് സൈഡിലോട്ട് ചെരിഞ്ഞാണ് കിടക്കുക. എനിക്ക് ഒരു 1 വീക്ക് റൈറ്റിലോട്ട് കിടക്കാൻ പറ്റുന്നു, വേദന കാരണം. അപ്പൊ എന്താ പറ്റും, ഞാൻ തിരിഞ്ഞു കിടക്കാൻ നോക്കും. അപ്പൊ നമ്മൾ യൂഷ്വലി നമ്മളൊരു കംഫർട്ടബിൾ അല്ലാത്ത പ്രശ്നമാകുമ്പോൾ നമ്മുടെ ഉറക്കം ശരിയാവില്ല. ഇതാണ് കൂടുതൽ, മറ്റേ ബാക്കിയുള്ളതിനേക്കാൾ കൂടുതൽ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ള പേഷ്യൻസ് കൂടുതലും വന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം ലെഫ്റ്റ് ഷോൾഡറിലേക്കാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. ഇപ്പൊ അതിന്റെ വല്ല ഇതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും അവര് ഇപ്പൊ സർജറി, ചില കേസിന് സർജറി വേണ്ടി വരും. സർജറി കഴിഞ്ഞ് വരുമ്പോഴും അവര് ചോദിക്കുക, സാർ എത്ര നാള് കഴിഞ്ഞാലാണ് എനിക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റുക. അപ്പം ഇതാണ് കൂടുതലായിട്ട് അവർ അഫക്റ്റഡ് ആയിട്ടുള്ളത്. ആദ്യം ചോദിച്ചാലും ഷോൾഡറിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഉള്ള, ഇപ്പൊ ഓരോന്നിനും ഓരോ പ്രത്യേകത. ഷോൾഡറിൽ ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഉള്ള അതാ. നമുക്ക് ഏത് പൊസിഷനാണെങ്കിലും ഇത് മൂവ് ചെയ്യാം. വേറെ ഏതെങ്കിലും ജോയിന്റിനെ പറ്റുമോ ചോദിച്ചാൽ പറ്റില്ല. ഇതിന് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സും പറ്റുന്ന ഒരു ജോയിന്റ്, അല്ലെങ്കിൽ ഏറ്റവും മൊബൈൽ ആയിട്ടുള്ള ജോയിന്റ്. ഇതില് 2 വിധേനയുള്ള ബുദ്ധിമുട്ടുകളാണ് യൂഷ്വലി കണ്ടുവരാറുള്ളത്. യങ് ആൾക്കാരിലേക്ക് വരുമ്പോൾ ഷോൾഡർ ഇൻസ്റ്റബിലിറ്റി, നമുക്ക് മൊബിലിറ്റി കൂടുതൽ കൊടുക്കുന്ന ഒരു ജോയിന്റ് ആകുമ്പോൾ എന്ത് പറ്റും, അതിൽ ഇൻസ്റ്റബിലിറ്റി വരാനുള്ള. ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ കുഴ തെന്നിപ്പോവാം. അത് കൂടുതലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു 20-30 ആ ഏജ്, യൂഷ്വലി യങ് ആയിട്ടുള്ള മൂത്ത ആൾക്കാർക്ക്, പ്രായമുള്ളവർക്ക് ഇതിന്റെ ഉള്ളില് 4 മേജർ വള്ളികളുണ്ട്, റൊട്ടേറ്റ് കഫ് മസിൽസ് എന്നാ പറയാ. അതിന്റെ വള്ളിയുടെ പൊട്ട്, ഇപ്പൊ മുട്ടിന്റെ ഒക്കെ ഉള്ള പോലെ ഷോൾഡറിന്റെ വള്ളി പൊട്ട്. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വള്ളിയുടെ ബലത്തിലാണ്. ഇപ്പം നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഓരോ ജോയിന്റ് ഇളകുന്നത് ഇങ്ങനത്തെ വള്ളികൾ വെച്ചിട്ട്, ഇതേപോലത്തെ 4 വള്ളികളുണ്ട്. ഈ 4 വള്ളിയുടെ ബലത്തിലാണ് ഇതിങ്ങനെ പൊക്കലും താഴ്ന്നു. ഏജ് ആയവർക്ക് ഈ വള്ളി പൊട്ടുമ്പോൾ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട്
പെയിന്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കത്തിനുള്ള ബുദ്ധിമുട്ടായിട്ട് വരും. വള്ളി പൊട്ടലും പിന്നെ ഈ പറഞ്ഞ പോലെ കുഴ തെന്നിപ്പോകുന്നതിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണാറ് ബുദ്ധിമുട്ടുകളുണ്ട് ഷോൾഡറിൽ. ഓക്കെ സാർ, ഇപ്പൊ നമുക്കറിയാം മുട്ടാണെങ്കിലും നടുവാണെങ്കിലും നമുക്ക് റെസ്റ്റ് എടുത്താല് ശരി ഒരു പരിധി വരെ ശരിയാക്കാൻ പറ്റും. പക്ഷെ ഈ ഷോൾഡർ ആവുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമ്മൾ കൈ അനക്കി പോകുന്നൊരു സംഭവമാണ്. അപ്പൊ ഇതിനെ നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് അല്ലാതെ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? ഇതിലുള്ളത് ഫിസിയോതെറാപ്പി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെയിനുള്ള മെഡിക്കേഷൻസ്, വേദന നീരൊക്കെ കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസും പിന്നെ ഫിസിയോതെറാപ്പി. അത് തന്നെ. അതിൽ ഫിസിയോതെറാപ്പിയിൽ പല മൊഡാലിറ്റീസ് ഉണ്ട്. അൾട്രാസൗണ്ട് ഉണ്ട്, അങ്ങനെ പല മൊഡാലിറ്റി ഉണ്ട്. അതും പിന്നെ ഒബ്വിയസ്ലി റെസ്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. ഒബ്വിയസ്ലി കൈവച്ചിട്ടെല്ലാം അത് ചെയ്യാൻ പറ്റും സാർ. പിന്നെ നമുക്ക് പറയാം ഈ ഷോൾഡറിന് ഈ സാറ് പറഞ്ഞു ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് പൊട്ടുന്ന സംഭവം, അതിനൊപ്പം നമ്മൾ സർജറിയുടെ ആവശ്യമുണ്ടോ? അതായത് റൊട്ടേറ്റർ കഫ് മസില് പൊട്ടുക എന്ന് പറയുമ്പോൾ ഈ വള്ളി എപ്പോഴും എല്ലിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് അത് പൂർണ്ണമായി വിട്ടു പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് കളിച്ചാലും അത് തിരിച്ചു വരില്ല. അതായത് ഇപ്പം ബാക്കിയിപ്പം മറ്റേ ബാക്കില് അത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് റെസ്റ്റും അങ്ങനെ എക്സസൈസ് ഒക്കെ. പൊട്ടിയ വള്ളി ഒരിക്കലും തന്നെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല കേസിലും ഇല്ല നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പല വിധേയുള്ള പരിപാടിയായിട്ട് പോയിട്ട് ഒരു 4-5 മാസം കഴിയുമ്പോൾ വരുന്ന പേഷ്യൻസ് ഞാൻ കാണാറുണ്ട്. പൊട്ടിയ വള്ളി ഒരിക്കലും തിരിച്ച് ഇല്ല. അത് കാരണം വെച്ചാൽ വള്ളി മസിൽ വള്ളിയല്ല, പൊട്ടിയ സാധനം ഇങ്ങനെ മസിലിന്റെ അതിൽ ഇങ്ങോട്ട് ബാക്കിലോട്ട് നിൽക്കും, അവിടെ നിൽക്കില്ല അത്. അപ്പം അത് നമ്മള് തിരിച്ച് പിടിപ്പിക്കുക തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ. അത് പിടിപ്പിക്കുന്ന പണ്ടൊക്കെ തുറന്നിട്ടായിരുന്നു, ഇപ്പൊ കീഹോളിന് നടക്കുന്നുണ്ട്. കീഹോളിനായിട്ട് റെഗുലർ ഇപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും കീഹോളേ ചെയ്യാറുള്ളൂ, ഓപ്പൺ സർജറിയോ അല്ല. അത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 ആഴ്ച എന്തായാലും റെസ്റ്റ് വേണം. അത് കാരണം വെച്ചാൽ ഹീൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 1.5 months എക്സസൈസ് ചെയ്തിട്ട് വേണം കൈ പൊക്കാൻ. അതായത് ഇത് ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ എല്ലാവരും ചോദിക്കും സാർ ഇത് എപ്പോൾ റെഡി ആവുന്നു. ആദ്യം പറയാനുള്ളത് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം കൈ പൊക്കുന്ന പരിപാടിയല്ല. മിനിമം ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എല്ലാം കൂട്ടി ഒരു 2-3 മാസം നമ്മൾ കണ്ണം കീഹോൾ വെച്ചിട്ട് പോസിബിൾ ആണ്. കീഹോൾ വെച്ചിട്ട് നമ്മൾ വള്ളി കാണുന്ന വള്ളി നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് വെക്കുക, ഉറപ്പിക്കുക എന്നുള്ളത് വലിയ അങ്ങനത്തെ വലിയ നടക്കുന്നു പോകുന്ന സാധനം. ഓക്കെ സാർ. അപ്പം സാർ ഇപ്പം ഓർത്തോ സർജൻ ആണല്ലോ, ഒത്തിരി സർജറികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന് അതിന് വരുന്ന കോംപ്ലിക്കേഷൻസും അറിയായിരിക്കും. കോമൺ ആയിട്ട് കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് സർജറിയിൽ? സർജറിയിൽ കോമൺ ആയിട്ടുള്ളത് ഒന്ന് ഇൻഫെക്ഷൻ തന്നെയാണ്. ഏത് സർജറി, അതായത് ഇൻഫെക്ഷൻ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് വെച്ചാൽ ഡോക്ടേഴ്സിന് നമുക്ക് തന്നെ പേഷ്യൻസിന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും. പല പ്രാവശ്യവും നമ്മൾ കാണാറുണ്ട് സർജറി കണ്ടു കഴിഞ്ഞ ഒരു ജാതിക്കുള്ള ആൾക്കാർ കാണാൻ. അത് അവര് സ്നേഹം കൊണ്ടാണ് വരുന്നത്. പക്ഷെ സർജറി കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അങ്ങനത്തെ വിസിറ്റേഴ്സിന് ചെറിയ എന്തുണ്ടോ പനിയുണ്ടോ ഒന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ സർജറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലോവർ ആയിരിക്കും. ഒരു സ്ട്രെസ്സാണ്, എന്താ പറഞ്ഞാലും സർജറി സ്ട്രെസ്. അപ്പം ആ സമയത്ത് നമ്മളൊരു ജാതിക്കുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ചെറിയ ഇൻഫെക്ഷൻ നമുക്ക് ചിലപ്പോൾ പ്രതിരോധിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് അങ്ങനത്തെ പനി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മൾ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരോടും, ഇപ്പൊ എല്ലാവരുടെയും ഫോൺ ഉണ്ടോ വിളിച്ച് ഹലോ കലി വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്തു, കുഴപ്പമില്ല, കണ്ടു സംസാരിച്ചു എന്നാണല്ലോ, കഴിഞ്ഞല്ലോ. ഇത് നമ്മളൊരു തുന്നെടുക്കുന്നവരെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. കാരണം ഇൻഫെക്ഷൻ വരുമ്പോൾ ബാക്കിയുള്ളത് പോലെയല്ല. കാരണം ഇൻഫെക്ഷൻ വരുമ്പം നമ്മളിപ്പോൾ എല്ലാ സർജറിയിലും ഇംപ്ലാന്റ് വേണമെന്നില്ല. ഇംപ്ലാന്റ് ഇട്ട സർജറീസ് ആണെങ്കിൽ ഇൻഫെക്ഷൻ വന്നു അതിൽ മരുന്നിന് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് ഒഴിവാക്കേണ്ടി വരും, എന്നാലേ അത് ഹീലാവും. അപ്പം ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ വിസിറ്റേഴ്സ് ഒഴിവാക്കുക. ഓക്കെ സാർ. അപ്പൊ ഈ പേഷ്യൻസ് മൂലം ഇപ്പം പറഞ്ഞു ഈ വിസിറ്റേഴ്സ് വരുന്നത് ഒരു പ്രശ്നമാണ്. പേഷ്യൻസ് കാരണം ഈ സർജറി കഴിഞ്ഞിട്ട് പലപ്പോഴും ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നില്ല പ്രോപ്പറായിട്ട്, അതുകൊണ്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? റെസ്റ്റ്
റെസ്റ്റ് വെച്ചിട്ട് ഇപ്പൊ ഉള്ള സർജറീസ് പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ നട്ടെല്ലിന്റെ സർജറി, നട്ടെല്ലിനും ആക്ച്വലി ഇപ്പം റെഗുലർ ആയിട്ട് കീ ഹോൾ സർജറീസ് ആണ് നടക്കുന്നത്. ഓക്കെ. പണ്ടത്തെ പോലെ അല്ല. തുറന്നിട്ടൊന്നും ചെയ്യണ്ട. അല്ല. അപ്പൊ ആക്ച്വലി ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ പറയാം നട്ടില് ഇപ്പൊ സർജറി ഒക്കെ ചെയ്ത് നട്ടില് ഓപ്പൺ സർജറി ആകുമ്പം ഈ നട്ടില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ കഷ്ണങ്ങളുണ്ട്. അപ്പൊ അതിന് സ്റ്റെബിലിറ്റി കൊടുക്കാൻ തുറന്ന് ചെയ്യുമ്പോൾ നമ്മൾ കുറേ എല്ലെടുക്കേണ്ടി വരും. അപ്പൊ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി കമ്പി ഇടേണ്ടി വരും. അപ്പോഴൊക്കെയാണ് ഈ റെസ്റ്റ് പറയുന്നത്. ആക്ച്വലി ഇപ്പൊ കീ ഹോൾ സർജറീസ് ഒക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നടക്കാനാ പറയാ. ഓക്കെ. മീൻസ് റെസ്റ്റ് എന്നല്ല, റെസ്റ്റ് എന്ന് പറയുമ്പോൾ വീട്ടിൽ ജസ്റ്റ് കിടക്കണമെന്നല്ല, നമ്മുടെ ആവശ്യത്തിനൊക്കെ നടക്കണം. കാരണം ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ, ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് വരണം. അപ്പൊ ഇപ്പൊ ഉള്ളതിൽ കീ ഹോൾ സർജറീസ് ആണ് ഇപ്പൊ ഏത് ജോയിന്റ്സ്, ഇപ്പം ഓർത്തോയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നു ആകെ മുട്ട് മാറ്റി വെക്കുന്നൊക്കെ ഓപ്പണിൽ നടക്കുന്നുള്ളൂ. ബാക്കി ഷോൾഡറിന്റെ സർജറി, ഇപ്പൊ ലിഗമെന്റിന്റെ സർജറി, നട്ടലിന്റെ സർജറി എല്ലാം കീ ഹോൾ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പം നേരത്തെ മൊബിലൈസ് ചെയ്യണമെന്നാ പറയാ. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഇപ്പം നട്ടലിന്റെ കാര്യത്തിൽ പറയുമ്പം കീ ഹോൾ സർജറി കഴിഞ്ഞിട്ട് തുന്നെടുക്കാൻ അവർ നടന്നാ വരിക. അപ്പൊ അവർ അടുത്ത ചോദ്യം ചോദിക്കുന്നത് വണ്ടി എപ്പോൾ ഓടിക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ആ പേഷ്യൻ്റെ അടുത്ത് ബൈക്ക് ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുഴപ്പമില്ല ഓടിച്ചോളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ മനസ്സിലെന്താ, ബൈക്ക് ഓടിക്കുമ്പോൾ ഇതിൽ കൂടി ഒരു നിരപ്പ്, ഇയാളുടെ വീട് ഏതോ മലപ്രദേശത്തിന് കുന്നിന്റെ മുകളിൽ, ഇത് സർജറി കഴിഞ്ഞ് 3 മാസം ഓടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡ് വഴിയാണ് ഇയാൾ പോകുന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ഡിസ്കൈറ്റ് ആൾ പോകും. റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ഓർത്തോപെഡിക് സർജറി. ഇപ്പൊ മുട്ട് മാറ്റി വെച്ചാൽ പോലും പിറ്റേ ദിവസം മുതൽ നമ്മൾ നടത്തിക്കാനാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ സർ.